കേരള മനസാക്ഷിയെ നടുക്കിയ പെരിയാർ ഇരട്ടക്കൊലക്കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ. CPI മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പേർക്ക് 5 വർഷം തടവും കോടതി വിധിച്ചു. കൊച്ചി പ്രത്യേക CBI കോടതിയുടേതാണ് വിധി. 2019 ഫെബ്രുവരി 17-നാണ് പെരിയാർ കല്ലോട്ട് ഗ്രാമത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലും കൃപേഷും കൊല്ലപ്പെട്ടത്. ഇതിൽ 1 മുതൽ 8, 10, 15 പ്രതികൾക്ക് ജീവപര്യന്തവും പിന്നെ ഓരോ ലക്ഷം രൂപ വീതം 2 സെക്ഷന് 1 ലക്ഷം രൂപ വീതം എന്ന് വെച്ചാൽ 2 ലക്ഷം രൂപ വീതം ഓരോ പ്രതിയും അടയ്ക്കണം. ബാക്കി 14-ാം പ്രതിയും 20 മുതൽ 22 വരെ പ്രതികൾക്കും 5 വർഷം തടവും 10,000 രൂപ ഫൈനും. ഈ പൈസ ഓരോരുത്തരും അടയ്ക്കേണ്ടി വരും. ഈ അടയ്ക്കുന്ന കോമ്പൻസേഷൻ എല്ലാം വിക്ടിംസിൻ്റെ വീട്ടുകാർ കൊടുക്കാനാണ്, കോമ്പൻസേഷനായിട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റെയറസ്റ്റ് ഓഫ് റെയർ കേസിൻ്റെ പെർവ്യൂവിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് കോടതി പരിശോധിച്ചിരുന്നു. കോടതിയുടെ കണ്ടെത്തൽ അത് റെയറസ്റ്റ് ഓഫ് റെയർ കേസിൽ പെർവ്യൂവിൽ വരുന്നില്ല, അതിൻ്റെ ഇതിൽ വരുന്നില്ല എന്നുള്ള, അതുകൊണ്ടാണ് ജീവപര്യന്തമായത്. കേസിലെ പ്രതികളെ കോടതിയിലെത്തി സന്ദർശിച്ച CPIM ജില്ലാ സെക്രട്ടറി CN മോഹനൻ ശിക്ഷിക്കപ്പെട്ടത് CPIM പ്രവർത്തകരായതുകൊണ്ടാണ് കാണാൻ വന്നതെന്നും മേൽക്കോടതിയെ സമീപിക്കുന്നത് കാസർകോട്ടെ പാർട്ടി നേതൃത്വം തീരുമാനിക്കുമെന്നും CN മോഹനൻ പറഞ്ഞു. അല്ല, അവർ കാണാൻ വേണ്ടി വരുമല്ലോ സ്വാഭാവികമായിട്ടും. അവർ കമ്മ്യൂണിസ്റ്റായിട്ടില്ലേ, അത്രേ ഉള്ളൂ. അത് കോടതി പറഞ്ഞതല്ലേ ശരി? അല്ല, അത് കോടതി പറഞ്ഞതാണല്ലോ ശരി. അതിനെക്കുറിച്ച് മറിച്ചൊന്നും നമുക്ക് പറയാനില്ല. നമ്മൾ പറഞ്ഞാൽ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരതിൻ്റെ പേരിലാണ്, അതുകൊണ്ട് ഒരു മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നം. അവരെ സംബന്ധിച്ച് കോടതി ഇനിയും കോടതി ഉണ്ടല്ലോ. അപ്പോൾ ആ കോടതികളെല്ലാം നിശ്ചയിക്കട്ടെ, അതുവരത്തേക്ക് നമ്മൾ പ്രഖ്യാപിച്ചിട്ട് എന്നാണ് നമ്മുടെ കോടതി പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് പാർട്ടി വിശ്വാസമല്ല പ്രശ്നം. ഇന്ത്യൻ പീനൽ കോഡും പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷയാണെന്നുള്ളതല്ല പ്രശ്നം. അവരത് കാണാൻ വേണ്ടി മാത്രമാണ്, അല്ലാണ്ട് ഞാൻ കോടതി വരേണ്ട ആവശ്യമില്ലല്ലോ. കുപ്പായി നമ്മൾ നേരത്തെ മാറ്റി വെച്ചതാണല്ലോ, അത് അവിടുത്തെ പാർട്ടി നിശ്ചയിക്കും. സ്വാഭാവികമായിട്ടും പ്രതികൾ അപ്പീൽ കൊടുക്കുമല്ലോ. അല്ല, അത് പിന്നെ സംശയിക്കാൻ പാർട്ടിയിലുള്ള ആൾക്കാരില്ല, നേതാക്കന്മാരില്ല, അവരില്ല. അതിലൊന്നും നമ്മൾ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ അതിന്റെ പേരിൽ സ്വാഭാവികമായിട്ട് അവർ കാണുന്നു. ശ്രീകാന്ത് കൊച്ചി CBI കോടതി ചേർന്നു. ശ്രീകാന്ത്, CPM നേതാക്കളടക്കം ജയിലിലേക്ക് പോകുന്ന തീർപ്പുണ്ടായിരിക്കുന്നു. ഈ പ്രതികൾ മേൽക്കോടതിയെ സമീപിക്കുമെന്ന സൂചനകൾ അടക്കം വരുന്നു. വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ശ്രീകാന്ത്? നിലവിൽ ഈ വിധിയുടെ പകർപ്പടക്കം പുറത്തു വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ സാധിക്കും. അതായത് കോടതി ഈ കേസിനെ വിലയിരുത്തുന്നതും കോടതി ഈ കേസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതും ഇപ്രകാരമാണ്. അതായത് കോടതി ചൂണ്ടിക്കാണിക്കുന്ന അക്രമരാഷ്ട്രീയം മൂലം 2 യുവാക്കളുടെ ജീവൻ നഷ്ടപ്പെട്ട കേസാണിത് എന്ന് വിശദമാക്കിക്കൊണ്ടാണ് കോടതി ഈ 307 പേജുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ശാസ്ത്രീയ തെളിവുകൾ ഈ കേസിൽ ഏറെ നിർണായകമായി എന്ന് കോടതി വ്യക്തമാക്കുന്നുണ്ട്. KV കുഞ്ഞിരാമൻ അടക്കം 4 CPIM നേതാക്കൾക്ക് കുരുക്കായത് ഒരു മാധ്യമപ്രവർത്തകന്റെ മൊഴിയാണ്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിക്കുന്നതിന് സാക്ഷിയായ ദീപികയുടെ മാധ്യമപ്രവർത്തകൻ മാധവന്റെ മൊഴിയാണ് നിർണായകമായത്. 10 പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന തെളിഞ്ഞു എന്ന് കോടതി പറയുന്നുണ്ട്. പ്രതികൾക്കെതിരായ കുറ്റം സംശയാതീതമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചു എന്ന് കോടതി ഈ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് 1 മുതൽ 8 വരെയുള്ള പ്രതികൾ കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചെയ്തു എന്ന് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇരട്ട ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും. 10, 15 പ്രതികൾ അവർ ചെയ്തത് ഗൂഢാലോചനയിൽ പങ്കാളികളായി എന്നുള്ളതാണ്. അതിനാൽ തന്നെ അവർക്കും ഈ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് കിട്ടിയ അതേ ശിക്ഷ കോടതി വിധിച്ചിട്ടുണ്ട്. 14, 20, 21, 22 പ്രതികൾ, അത് KV കുഞ്ഞിരാമൻ മുൻ ഉദുമ MLA-യും അതോടൊപ്പം തന്നെ CPIM-ന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമാണ്. അയാൾ ഉൾപ്പെടെയുള്ള 4 പ്രതികൾക്ക് 5 വർഷം തടവും 10,000 രൂപ പിഴയുമാണ് കോടതി വിധിച്ചിട്ടുള്ളത്. ഇത് കീഴ്ക്കോടതിയിൽ നിന്നും അവർക്ക് 4 പേർക്കും എന്തായാലും ജാമ്യം കിട്ടില്ല. കാരണം ശിക്ഷ സസ്പെൻഡ് ചെയ്യുകയുമില്ല. കാരണം 3 വർഷത്തിൽ കൂടുതലാണ് ശിക്ഷ. 5 വർഷമായതിനാൽ മേൽക്കോടതിയിലേക്ക് പോയി ശിക്ഷ സസ്പെൻഡ് ചെയ്ത് അപ്പീലിന് പോകുമെന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞിട്ടുള്ളത്. 1 മുതൽ 8 വരെയും 10, 15 കേസിലെ പ്രതികളുടെ കൂടെ ഇവരെയും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നത് പ്രതികളുടെ ആവശ്യപ്രകാരമാണ്. പ്രായമായ മാതാപിതാക്കൾ അടക്കമാണ് തങ്ങൾക്കുള്ളത്. അവർക്ക് എറണാകുളത്തെയോ മറ്റോ ജയിലിലിട്ട് അല്ലെങ്കിൽ വിയ്യൂർ ജയിലിലേക്കൊക്കെ മാറ്റിയാൽ വന്ന് കാണുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയിച്ചു. അങ്ങനെയാണ് അവിടേക്ക് മാറ്റുന്നത്. അല്പസമയത്തിനകം പ്രതികളെ പുറത്തേക്ക് ഇറക്കും. ഉദുമ മുൻ MLA അടക്കം ജയിലിലേക്ക് തന്നെ. 2ാം പ്രതിയെ പോലീസ് ജീപ്പിൽ നിന്ന് വലിച്ചിറക്കാൻ ശ്രമിച്ച കേസിലാണ്
ആ വകുപ്പിലാണ് ഇപ്പോൾ ഉദുമ മുൻ MLA അടക്കം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തു. അവർക്ക് ഇരട്ട ജീവപര്യന്തം. അതോടൊപ്പം തന്നെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത 10ഉം 15ഉം പ്രതികൾക്കും ഇപ്പോൾ ഇരട്ട ജീവപര്യന്തത്തിന്റെ തീർപ്പ് വന്നിരിക്കുന്നു. പാർട്ടി പിന്തുണയ്ക്കുമെന്ന് വ്യക്തമാക്കി CN മോഹൻ അടക്കം വരുന്നു. മേൽക്കോടതിയെ സമീപിക്കുന്ന കാര്യത്തിൽ ഏറെക്കുറെ ധാരണയാകുന്നു.